എല്ലാ മാധ്യമപ്രവർത്തകരും ചില യാഥാർത്ഥ്യങ്ങൾ കാണുമ്പോൾ അത് ഒപ്പിയെടുക്കാൻ ശ്രമിക്കാറുണ്ട്. ജനം ചാനലിൻ്റെ പ്രാദേശിക ലേഖകൻ രാജു പിണറായി വിജയൻ്റെ മകൻ വന്നപ്പോൾ സ്വാഭാവികമായും ആ ദൃശ്യങ്ങൾ ഒപ്പിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ കാവൽക്കാരൻ സുമേഷ് അദ്ദേഹത്തെ മർദ്ദിച്ചു, അദ്ദേഹത്തെ ഉപദ്രവിച്ചു, അദ്ദേഹത്തിൻ്റെ ദൃശ്യങ്ങൾ പിടിച്ച് വലിച്ച് അത് നശിപ്പിച്ചു. ഇതിനൊന്നും അവകാശം ഇവർക്കാർക്കും ഇല്ല. സുമേഷിനെ പോലെയുള്ള കാവൽക്കാരോ അല്ലെങ്കിൽ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കാവൽക്കാർ, അത് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ കാവൽക്കാരല്ല, മാർക്സിസ്റ്റ് പാർട്ടിയുടെ കാവൽക്കാരാണ് രാജുവിനെ മർദ്ദിച്ചത്. അപ്പം ഇത്തരം കാവൽക്കാർ കാണിക്കുന്ന ഈ തോന്നിവാസം ഗുരുവായൂർ അമ്പലത്തിൽ അവസാനിപ്പിക്കണം. അവിടെ നിരോധിത മേഖലയാണ്, കേസ് കൊടുക്കട്ടെ എന്നേ, അവർക്ക് അതിനുള്ള അവകാശമുള്ളൂ. തല്ലാൻ എന്താ അവകാശം? ഒരു കാവൽക്കാരനോ ആരെയും തല്ലാൻ ഗുരുവായൂർ അമ്പലത്തിൽ അവകാശമില്ല. ഒരു കാരണവശാലും അത് അംഗീകരിക്കാനും പറ്റില്ല. അപ്പം അതുകൊണ്ട് വളരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. മാധ്യമ സിൻഡിക്കേറ്റ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പ്രാദേശിക ലേഖകനെ മർദ്ദിച്ചിട്ട് എന്തുകൊണ്ടാണ് ഈ പ്രസ് ക്ലബ്ബ് പോലെയുള്ള ഈ പ്രസ്സിൻ്റെ ലേഖകന്മാരുടെ അല്ലെങ്കിൽ മാധ്യമ സംഘടന, പത്രമാധ്യമ സംഘടന പ്രതികരിക്കാത്തത് എന്ന ചോദ്യം കൂടി ഞാൻ ഉന്നയിക്കുകയാണ്. ഒരു പ്രാദേശിക ലേഖകനെ മർദ്ദിക്കുമ്പോൾ പലപ്പോഴും വളരെ ശക്തമായി രംഗത്ത് വരാറുള്ള പത്രമാധ്യമ സംഘടന എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ രംഗത്ത് വരാത്തത്? ഇതുവരെ വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് രംഗത്ത് വരാത്തത്? മാർക്സിസ്റ്റ് പാർട്ടിയോടുള്ള പേടിയോ പിണറായി വിജയനോടുള്ള വിധേയത്വമോ എന്ന് ഈ സമയത്ത് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും ഭാരതീയ ജനതാ പാർട്ടിയുടെ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു.